എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ അക്ഷരം പ്രതി ഞെട്ടിച്ചുകൊണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ അവസാന ഓവറിലെ ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ ആവേശോജ്വലമായ വിജയത്തിനു ശേഷം ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ വിവാദമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഈ മഹാവിജയത്തിന്റെ യഥാർത്ഥ ഹീറോയായി മാറിയത് അവിശ്വസനീയമായ പ്രകടനത്തിലൂടെ ലക്നൌവിന് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ച സാക്ഷാൽ മുകുൾ ചൗധരിയാണ്. എന്നാൽ യഥാർത്ഥ നാടകം ആരംഭിച്ചത് മത്സരശേഷമാണ്. തോൽവിയുടെ കൈപ്പറിഞ്ഞ കൊൽക്കത്ത നായകൻ അജിങ്ക്യ രഹാനെ ലക്നൌ നായകൻ ഋഷഭ് പന്തിനെയും മുകുൾ ചൗധരിയെയും കുറിച്ച് നടത്തിയ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. IPL 2026 ആവേശമുണർത്തുന്ന 15ാമത്തെ പോരാട്ടമാണ് ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്തയും ലക്നൌവും തമ്മിൽ നടന്നത്. ഈ നിർണായക മത്സരത്തിൽ ലക്നൌ നായകൻ ഋഷഭ് പന്ത് ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈഡൻ ഗാർഡൻസ് പോലൊരു ചെറിയ മൈതാനത്ത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്തയ്ക്ക് കേവലം 182 റൺസ് എന്ന ചെറിയ ലക്ഷ്യം മാത്രമാണ് പടുത്തുയർത്താൻ കഴിഞ്ഞത്. കൊൽക്കത്തയ്ക്ക് വേണ്ടി നായകൻ അജിങ്ക്യ രഹാനെയുടെ ബാറ്റിൽ നിന്ന് 41 റൺസും അങ്ക്രിഷ് രഘുവംശി 45 റൺസും നേടി പൊരുതിയെങ്കിലും മറ്റു ബാറ്റ്സ്മാൻമാർക്കൊന്നും കാര്യമായ സംഭാവന നൽകാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം അവരുടെ നട്ടെല്ലൊടിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ നിരയിലാകട്ടെ ഏത് വലിയ ലക്ഷ്യവും അനായാസം മറികടക്കാൻ കെൽപ്പുള്ള വമ്പൻ ബാറ്റിംഗ് നിര തന്നെയുണ്ടായിരുന്നു. ഓപ്പണർമാരായ എയ്ഡൻ മാർക്രവും മിച്ചൽ മാർഷും ചേർന്ന് അവർക്ക് അതിഗംഭീരമായൊരു തുടക്കം നൽകി. പിന്നീട് സാക്ഷാൽ ഋഷഭ് പന്തിന്റെ തീപ്പൊരി ബാറ്റിംഗും ലോകമറിയുന്ന ഫിനിഷറായ നിക്കോളാസ് പൂരന്റെ വിനാശകരമായ പ്രഹരങ്ങളും കൂടിയായപ്പോൾ ഈ മത്സരം ലക്നൌ അനായാസം തങ്ങളുടെ പോക്കറ്റിലാക്കി. എന്നാൽ മറുവശത്ത് ഈ സീസണിൽ കൊൽക്കത്തയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർ തുടർച്ചയായി മത്സരങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാണം കെട്ട തോൽവിക്ക് ശേഷം അങ്ങേയറ്റം നിരാശനായ അജിങ്ക്യ രഹാനെ ഹൃദയം തുറന്നുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതുവരെ ഞങ്ങൾ 4 മത്സരങ്ങൾ കളിച്ചു, അതിലൊന്നിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നു. വിജയിക്കാമായിരുന്ന ഒരു മത്സരം സമനിലയിലായി. ആ മത്സരം അങ്ങനെയായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പോയിന്റ് പട്ടികയിൽ ഞങ്ങളുടെ സ്ഥാനം വളരെ മികച്ചതായേനെ. ഇന്ന് ഞങ്ങളുടെ പദ്ധതി വളരെ വ്യക്തമായിരുന്നു. ലക്നൌവിനെതിരെ 200-നധികം റൺസ് നേടാനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈഡൻ ഗാർഡൻസിലെ പിച്ച് ഇന്ന് വിചിത്രമായാണ് പെരുമാറിയത്. ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാർക്ക് റൺസ് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഏകദേശം 40 മുതൽ 50 റൺസ് വരെ കുറഞ്ഞത്. ലക്നൌവിനെതിരെ 220-ന് മുകളിൽ ഒരു ലക്ഷ്യം വെക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷേ മത്സരഫലം മറ്റൊന്നായേനെ. ശേഷം കൊൽക്കത്തയുടെ ഉപനായകൻ റിംഗ് സിംഗിന്റെ തുടർച്ചയായ പരാജയങ്ങളെക്കുറിച്ചും അജിങ്ക്യ രഹാനെ തുറന്നടിച്ചു. ഞങ്ങളുടെ ഉപനായകൻ റിങ്കു സിംഗ് തുടർച്ചയായി ഫ്ലോപ്പ് ആകുന്നു എന്നത് ഞാൻ സമ്മതിക്കുന്നു. ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് മികച്ചൊരു ഇന്നിംഗ്സ് കാണാൻ സാധിക്കാത്തതും ഇന്നത്തെ ഈ പരാജയവും എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. ഈ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഇതിനുശേഷമാണ് രഹാനെ ഋഷഭ് പന്തിന്റെ പേരെടുത്തുകൊണ്ട് ഏവരെയും ഞെട്ടിച്ചത്. തന്റെ ടീമിനു വേണ്ടി പന്ത് ബാറ്റ് ചെയ്യുന്ന രീതിയും ഏത് വിധേയവും ടീമിനെ വിജയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധവുമാണ് ഇന്നത്തെ മത്സരത്തിൽ ലക്നൌവിന്റെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ ഘടകമെന്ന് രഹാനെ തുറന്നു സമ്മതിച്ചു. എന്തായാലും രഹാനെയുടെ ഈ അപ്രതീക്ഷിത പ്രസ്താവന കോടിക്കണക്കിന് ഇന്ത്യക്കാരെയാണ് അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഇനി ചോദ്യം നിങ്ങളോടാണ്: രഹാനെ പറഞ്ഞ ഈ കാര്യങ്ങൾ ശരിയാണോ അതോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കിടിലൻ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ജയ് ഹിന്ദ്.